വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കുകയാണ്, പലിശ തിന്നുന്നവന് പലിശ തിന്നുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുകയാ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ കേറൂല, ഞാൻ നമസ്കരിക്കില്ല. അത് പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ, അത് ഉസ്താദന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. ആര് പറഞ്ഞാലും ഞാൻ എന്റെ നവ്രത്ത് മറക്കൂല, ഞാൻ എന്റെ തല തുറന്നിട്ടുകൊണ്ട് നടക്കും, എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, നിന്നെ നന്നാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരോട് നിനക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹുവേ, സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടവന്റെ കൂടെ കിടപ്പറ പങ്കിട്ടാൽ അതിന് കേസില്ലാത്ത രാജ്യമാണ്. വേണമെങ്കിലും ചെയ്യാ. ഉസ്താദന്മാര് പറഞ്ഞാൽ പെണ്ണുങ്ങളെ അവഹേളിച്ചെന്ന് പറഞ്ഞ് നാണം കെടുത്താൽ കേസ് കൊടുക്കാൻ ആള് വരുന്ന കാലമാ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്തടിച്ചു പൊളിക്കണമെങ്കിലും പൊളിച്ചോ. പക്ഷേ ഒറ്റായത്തിനാ പറഞ്ഞു തരാ, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, പ്രത്യേകിച്ച് കോളേജുകളിൽ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം. മാതാപിതാക്കളില്ലാതെ വരുമ്പോ, കൂടപ്പറപ്പുകളില്ലാതെ വരുമ്പോ, മംഗലാപുരത്തിന്റെ ഹാദാമാളുകളിലും സിനിമാ തിയേറ്ററുകളിലും കാമുകന്റെ കരം പിടിച്ചുകൊണ്ട് ഫർദ ധരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന പെങ്ങള്, നിന്നെ ഉപദേശിക്കുന്നവനെ കുറ്റപ്പെടുത്തുന്ന കാലമാ. അതുകൊണ്ട് ഒരേ ഒരായത്തിനാ പറഞ്ഞു തരാ. ആ ഒരു പെണ്ണിനെ, ഒരു മോശമായ ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിനെ സ്നേഹിച്ചിട്ട് മതം മാറിപ്പോയ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു സഹാബിയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. എന്നിട്ടൊരു ജൂത പെണ്ണിന്റെ ഗ്ലാമർ കണ്ടപ്പോ, ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടപ്പോ, അല്ലാഹുവിന്റെ മതം മാറിയാൽ, അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ ഞാൻ നിന്റെ കൂടെ കിടക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിന്റെ കൂടെ കിടന്ന് സുഖിക്കുന്നതിന് വേണ്ടി ഹാഫിളായ സ്വഹാബി അവിടെ നിന്ന് മതം മാറുകയാ. അവസാനം ആ മനുഷ്യനെ കണ്ടപ്പോ, ഒരു കൂട്ടുകാരൻ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് നീ ഖുർആൻ മുഴുവനും പഠിച്ചവനല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളല്ലേ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ, ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? ആ ഹാഫിളായ മനുഷ്യൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകൾ ഓർമ്മയുള്ളൂ. സർവ്വതും ഞാൻ മറന്നുപോയി. എനിക്കൊരേ ഒരായത്തറിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്താ? മഞ്ചനാടി ഉറൂസിൽ കിടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്താൻ ഒരേ ഒരായത്തേ ഉള്ളൂ. എന്തു മറന്നാലും മറക്കല്ലേ, എന്തു മറന്നാലും മറക്കല്ലേ. തോന്നിവാസം കാണിക്കുമ്പോ, ആർപ്പാടങ്ങൾ കാണിക്കുമ്പോ, പണക്കൊഴുപ്പ് കാണിക്കുമ്പോ, സുഖത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ആയത്ത് ഓർത്തു വെച്ചോ. യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ല പറഞ്ഞതാടാ, സിറാജ് പറഞ്ഞതല്ല, ഉസ്താദന്മാര് പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. വതഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. കമ്മിറ്റിക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഈ ആയത്ത് മറക്കല്ലേ. എവിടെ പോയാലും, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും, ഏത് അധികാരത്തിന്റെ സോപാനങ്ങൾ കേറിപ്പോയാലും അവസാനം വരുമടാ, എന്റെ മുന്നിലേക്ക് വരേണ്ടവനാ.
എവിടെ പോയാലും ഒരു ദിവസം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ. ഇതൊരു ഭീഷണിയാ, ഇതൊരു ഭീഷണിയാ, ഇതൊരു ഓർമ്മപ്പെടുത്തലാ, ഇതൊരു താക്കീതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്. അഹങ്കാരികളാകരുത്. തെറ്റ് ചെയ്യാനുള്ള തെറ്റ് ചെയ്യാനുള്ള എല്ലാ സമയവും ഇപ്പോഴുണ്ട്. പിഴപ്പിക്കാൻ 100 പേരുണ്ട്. ഫ്രീ ആയിട്ട് കള്ളു വാങ്ങി തരാൻ ആളുണ്ട്, കഞ്ചാവ് തരാൻ ആളുണ്ട്. വാടാ എന്റെ മോഹം സാധിച്ചതാടാ എന്ന് പറഞ്ഞുകൊണ്ട് റൂം തയ്യാറാക്കിയിട്ട് വിളിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. അല്ലാഹു പറയുകയാ, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുത്തവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്. അല്ലാഹുവേ, നന്മകൾ ചെയ്യുന്നവർക്കൊരു സ്വർഗമുണ്ട്. എങ്കിലും തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ ക്ഷണിക്കുമ്പോ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, 2 സ്വർഗമുണ്ട്, 2 സ്വർഗം തരാ. നിസ്കരിക്കുന്നവനല്ല, ഖുർആൻ ഓതുന്നവനല്ല, പള്ളി കെട്ടി കൊടുത്തവനല്ല, വഅദ് പറയുന്നവനല്ല, നോമ്പ് പിടിക്കുന്നവർക്കല്ല. അല്ലാഹു പറയുകയാണ്, ഞാൻ 2 സ്വർഗം നൽകാ. ആർക്കും അറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ, സുന്ദരിയായ പെണ്ണ് കെട്ടിപ്പിടിച്ച നഗ്നചിത്രങ്ങൾ അയച്ചു തന്നിട്ട് വാടാ എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ നീ പറയണം, മിന്നീ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. കള്ള് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്, കഞ്ചാവ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടുകാര് 5 പൈസയും തരണ്ടടാ ഇന്നാ എന്ന് പറഞ്ഞു തരുമ്പോ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. മംഗലാപുരത്ത് കോളേജിൽ പഠിക്കാൻ പോകുമ്പോ കാമുകം പറയുന്നു, ആരും അറിയില്ല. ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് എന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പന്നാൽ ഒരാൾക്കും നിന്നെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. വാ പെണ്ണേ എന്ന് വിളിക്കുമ്പോ അവനോട് പറയണം, ഇന്നീ അഖാഫുല്ലാഹ്. ആര് കണ്ടില്ലെങ്കിലും എന്റെ അല്ലാഹ് കാണുമല്ലോ, ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാൻ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പേടിച്ച് ജീവിച്ച സ്വഹാബിയാ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോട് പറയുകയാണ്, ഈ ദുനിയാവിലെ ജീവിതത്തില് അല്ലാഹുവിനെ ഭയക്കണേ, അല്ലാഹുവിനെ പേടിക്കണേ. ഖബർ കണ്ടാ കരയടേ, ഖബർ കണ്ടാ കരയടേ. 6 അടി മണ്ണിലെ ഖബറിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കടേ. അല്ലാഹുവേ, ഞങ്ങളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഏകാന്തതയുടെ വീടിനകത്ത് ഞങ്ങൾക്ക് നീ സ്വർഗ കവാടം തുറക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ, ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പഠിച്ചവനെ ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന്, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഈ മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട്, 3 വയസ്സുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട്. വാപ്പ വിളിച്ചിട്ട് കരയുന്ന, ഉസ്താദേ എന്റെ കുഞ്ഞിന് ക്യാൻസറാ, എന്റെ കുഞ്ഞിന് ക്യാൻസറാ, ഉസ്താദേ ദുആ ചെയ്യടേ. 3 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞാണ് ഉപ്പാ. ഇന്നും ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടില് മഞ്ചേശ്വരത്തുള്ള ഒരു മുസദാ മൻസൂർ എന്ന് പറയുന്ന സഹോദരൻ തന്റെ കുടുംബത്തിലെ ഒരു പെങ്ങളെ കുറിച്ച് പറയുകയാ, ഉസ്താദേ ദുആ ചെയ്യടേ, കീമോ ചെയ്താലും വളരെ ഡേഞ്ചർ ആയിരിക്കുകയാണ്. ക്യാൻസർ പനി പടരുന്നത് പോലെ
പോലെ പടരുന്ന കാലമാ. ട്യൂമർ വരുന്നില്ലേ, കരളുകളും കിഡ്നികളും അടിച്ചു പോകുന്നില്ലേ, ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ടോ എന്നറിയില്ലല്ലോ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നല്ലേ ഇത് മുത്തുനബി പറഞ്ഞ വാക്കല്ലേ. മുത്തുനബി കള്ളം പറയാറില്ലല്ലോ. അതുകൊണ്ട് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ മനസ്സിലൊരു നിയ്യത്ത് ചെയ്യ്. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും എനിക്ക് തരല്ലേ അല്ലാ. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കള് എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. കരിച്ചു കളയണേ അല്ലാ. അതുകൊണ്ടൊരു സദക്ക എടുത്തോ. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്. കൊടുത്താ നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുകയാ, നിനക്ക് ബർക്കത്ത് കിട്ടാ ദുആ ചെയ്യുകയാ. കൊടുക്കാതെ മടിച്ചാ, കൊടുക്കാതെ ഉറക്കം നടിച്ചാ നിനക്കെതിരായി ദുആ ചെയ്യുകയോ. അല്ലാഹുവേ, മലക്കുകൾ അനുകൂലമായി ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി കയറി 6 കൊല്ലം ഒരു കുഴപ്പമില്ല. 6 വർഷക്കാലം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായിട്ട് അവിടുന്ന് ഇങ്ങനെ ജനങ്ങൾക്ക് പരിപാലനം നടത്തിക്കൊണ്ടിരുന്നു. 6 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. മുനാഫിക്കീങ്ങളാണ് ഇതിന്റെ മുൻപന്തിയിൽ നിന്നത്. മുനാഫിക്കീങ്ങൾ പടച്ചവനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് എതിരായിട്ട് അപവാദങ്ങൾ പറയാൻ തുടങ്ങി. അഴിമതിയാണ് ആരോപിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാർക്ക് സമ്പത്ത് അധികമായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാരെ മാത്രം പരിഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഴിമതി ആരോപണം നടത്തി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു യഥാർത്ഥത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് 3ാമത്തെ ഖലീഫയാകേണ്ടത്. ഉസ്മാൻ അത് തട്ടിപ്പറിച്ച് വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ മുനാഫിക്കീങ്ങൾ ആളെ കൂട്ടാൻ തുടങ്ങി. മുസ്ലിമീങ്ങളും അവരുടെ കൂടെ കൂടി. ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ മുസ്ലിമീങ്ങളായ ആൾക്കാരും ഇവരതിനകത്ത് പെട്ടുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ജനങ്ങളെ കൂട്ടാൻ തുടങ്ങി, പ്രതിഷേധങ്ങൾ നടത്താൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിരപരാധിയ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്താണെന്ന് നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. മുസ്ലിമീങ്ങൾ തന്നെയാ കൊന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശത്രുക്കൾ മുഴുവനും അവിടെ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആരോപണങ്ങളും അഴിമതികളും അവിടെ നിന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങളെ കൂട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ എവിടെ കണ്ടാലും കുത്തുവാക്കുകളും പരിഹാസങ്ങളും പറയുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഉസ്മാൻ തങ്ങൾ അവര് വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, ചരിത്രം എടുത്തു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവസാനം ഒരു സ്ഥലത്തും പോകാൻ അനുവദിക്കുന്നില്ല. ഉസ്മാൻ തങ്ങൾ അവര് തടങ്കലിലാക്കുകയാണ്. വീടിന്റെ തടങ്കലിൽ ഉസ്മാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അതാ മുനാഫിക്കീങ്ങളും പുറേ സഹോദരങ്ങളും ചില ആൾക്കാർ അവിടെ നിന്ന് വളയുകയാണ്. ശത്രുക്കൾ വീടിന് പുറത്തിറങ്ങാൻ പോലും ഉസ്മാൻ തങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉസ്മാൻ തങ്ങൾ
വീടിന്റെ തടങ്കലിലാണ്. പടച്ചവരെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ വീടിന്റെ കത്തപടം നടച്ചിട്ടിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവസാനം വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കുന്നില്ല. അതാ എണ്ണ പോലും കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കാതെ ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്, തടങ്കലിൽ ആക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് സ്വഹാബികൾ കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇവർക്ക് അധികാരമല്ലേ വേണ്ടത്, ഇവർക്ക് അധികാരമല്ലേ വേണ്ടത്? നിങ്ങൾ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവർ ആരോപണം നടത്തുകയാണ്, അതുകൊണ്ട് ഈ അധികാരം അങ്ങ് നിങ്ങൾക്ക് കളഞ്ഞുകൂടെ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, ശത്രുക്കൾ വീട്ട് തടങ്കലിലാക്കിയിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റൂല. ഉസ്മാൻ തങ്ങളെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തടങ്കലിലാക്കി. ഇപ്പൊ സഹാബികൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാ തങ്ങളെ ഈ അധികാരം? ഇവർക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ കൊടുത്തുകൂടെ? എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഇത്രയും ത്യാഗം സഹിക്കുന്നത്? ഈ അധികാരം വലിച്ചെറിഞ്ഞാൽ ഇവരുടെ പ്രശ്നം തീരുമല്ലോ, ഈ അധികാരം കൊടുത്തുകൂടെ? ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, എന്നോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, യാ ഉസ്മാൻ, ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുക ഖമീസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു കമീസ് ധരിപ്പിക്കും ഉസ്മാൻ, നിനക്കൊരു കമീസ് അല്ലാഹു ധരിപ്പിക്കും ഉസ്മാൻ. ഫഇൻ അറാദൂക അലാ ഖലീ ഫലാ തഖ്ലഉഹു. അത് തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി, അത് ഊരുന്നതിന് വേണ്ടി പലരും വരും ഉസ്മാൻ, നീ അത് ഊരല്ലേ, നീ അത് ഊരി കൊടുക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നിനക്ക് അല്ലാഹു ഒരു അധികാരം തരും, ആ അധികാരത്തെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ വരും, നീ ഒരിക്കലും ആ അധികാരം വിട്ടുകൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ എനിക്ക് തൂങ്ങിക്കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, എനിക്ക് ഈ അധികാരത്തിനോടുള്ള ആഗ്രഹം കൊണ്ടല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഈ അധികാരം ഒരിക്കലും തിരിച്ചു കൊടുക്കരുത്. ഇത് നിനക്ക് അല്ലാഹു തന്നതാണ്, ഇത് നിനക്ക് അല്ലാഹു തന്നതാണ്. നീ ക്ഷമിക്കണേ ഉസ്മാൻ, നീ ക്ഷമിക്കണേ ഉസ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ തങ്ങളുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ തങ്ങളുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ രഹസ്യം കേട്ടപ്പോ ഉസ്മാൻ തങ്ങൾ പൊട്ടിക്കരയുകയാ. സ്വഹാബത്തെ, അധികാര കസേരയിൽ ഇരിക്കാനുള്ള മോഹം കൊണ്ടല്ല, ആരൊക്കെ തട്ടിപ്പറിക്കാമെന്നാൽ ഈ അധികാരം വിട്ടുകൊടുക്കരുതെന്ന് മുത്തുനബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ പറഞ്ഞു, സ്വഹാബികൾ അവിടെ നിന്ന് പറയുന്നു, ഉസ്മാൻ തങ്ങളെ, എങ്കിലും ഞങ്ങൾക്ക് അനുവാദം താ, ഇവന്മാരെ മുഴുവനും ഇവിടെ നിന്ന് തല്ലിയോടിക്കാ. അങ്ങയുടെ വീട് വളർന്നിരിക്കുന്ന ഈ ശത്രുക്കളെ മുഴുവനും ഞങ്ങളെ തകർക്കാൻ തങ്ങളെ ഒന്നധികാരം തരുമോ, ഒന്നനുവാദം തരുമോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, യുദ്ധം ഹറാമായ നാടാ, ഇവിടെ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്, ഇവിടെ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അവരെ ഒന്നും ചെയ്യണ്ട. സ്വഹാബികൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുകയാണ്. ഖലീഫ ഓർഡർ കൊടുക്കാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ, വീട് മുഴുവനും വളഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ വീട് വളഞ്ഞു, ഭക്ഷണം വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല. ഉസ്മാൻ തങ്ങൾ നോമ്പാ, 83 വയസ്സായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ,
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ 82 വയസ്സുള്ള വൃദ്ധനാ, വീട് വളഞ്ഞിരിക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഇത് നമുക്കൊരു പാഠവാ, ഇത് നമുക്കൊരു പാഠവാ. പരസ്പരം കടന്ന് തമ്മിലടിക്കുന്ന മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞിരിക്കുന്നത് മുസ്ലിമീങ്ങളുമുണ്ട്, മുനാഫിക്കീങ്ങളുമുണ്ട്. ഉസ്മാൻ നിങ്ങൾക്ക് 82 വയസ്സായി, പ്രായമായി, വീടിന്റെ അകത്തിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ഉസ്മാൻ തങ്ങൾ നോമ്പുകാരനാണ്. പടച്ചവരെ, ഒരു ദിവസം പട്ടിണി നോമ്പ് പിടിച്ചു, പിറ്റേ ദിവസം നോമ്പ് തുറക്കാൻ സമയമായി, കുടിക്കാൻ പച്ചവെള്ളം പോലും ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്തില്ല, നോമ്പ് മുറിക്കാനൊന്നുമില്ല. അന്ന് രാത്രി മുഴുവനും പട്ടിണിയിരുന്നു. പിറ്റേ ദിവസവും രാവിലെ നോമ്പ് പിടിക്കാനും ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ, വല്ലാത്ത പ്രയാസമാ. അന്ന് വൈകുന്നേര സമയമാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുണ്ടല്ലോ, നായില റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാറ്, ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാറ് ഉസ്മാൻ തങ്ങളുടെ ഭാര്യ നായില റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ശത്രുക്കൾ അവിടെ നിന്ന് കളിയാക്കുകയാ. കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ വന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 35,000 ദിർഹം കൊടുത്തിട്ട്, വെള്ളി നാണയം കൊടുത്തിട്ട് കിണർ വാങ്ങി കൊടുത്ത സഹാബിയാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പാദ്യം മുഴുവനും കൊടുത്ത സ്വഹാബി. ആ സഹാബിയുടെ ഭാര്യ കുടിക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം എടുക്കാൻ വെളിയിലിറങ്ങിയപ്പോ ശത്രുക്കൾ പറയുന്നു, നായില, ആ കാണുന്ന ചാലിൽ നിന്ന് വെള്ളമെടുത്തോ. ഓട കാണിച്ചു കൊടുക്കുകയാണ്, വേസ്റ്റുകൾ ഒഴുകുന്ന സ്ഥലം കാണിച്ചിട്ട് പറയുകയാ, നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ അവിടെ നിന്ന് കോരി കുടിച്ചോ, നിങ്ങൾ രണ്ടുപേരും കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കളിയാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വീടിനകത്ത് കയറി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഭാര്യയ്ക്ക് വല്ലാത്ത വേദനയാ. അവസാനം സുബഹിന്റെ സമയം അടുത്തു വരികയാണ്, സുബഹിന്റെ സമയം അടുത്തു വരികയാ. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവാ, വെള്ളിയാഴ്ച രാവാ. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച ദിവസം രാവിലെയായപ്പോ ഭാര്യ അടുത്ത് ചെല്ലുകയാ, ഭാര്യ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് 2 ദിവസമായി പട്ടിണി നോമ്പ് പിടിച്ച് കിടക്കുന്ന ഭർത്താവ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 2-3 ദിവസമായിട്ട് നോമ്പാ. രാവിലെ ഇടയത്താഴം കഴിക്കാൻ സമയമായി, ഒരൽപ്പം വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്കുമ്പോ തളർന്നു കിടക്കുന്ന ഉസ്മാൻ തങ്ങളെ കണ്ടിട്ട് 82 വയസ്സുള്ള ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫ തളർന്നു കിടക്കുന്നത് കണ്ടപ്പോ നായിലാന് സഹിക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസമായിട്ട് പട്ടിണി നോമ്പാണ്. 4ാമത്തെ ദിവസം രാവിലെ നോമ്പ് പിടിക്കാൻ സമയമായി, വെള്ളം പോലും കുടിക്കാനില്ലാതെ അല്പം വെള്ളം എവിടെ നിന്നോ കിട്ടി. ഭാര്യ കൊണ്ടുപോയി അടുത്ത് വെച്ചിട്ട് പറയുന്ന ഭർത്താവിന്റെ ചാരത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ നായില കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് പറഞ്ഞിതെന്തൊരു പരീക്ഷണമാ അല്ലാഹ്, എന്റെ ഭർത്താവിന് നോമ്പുകാരനാണല്ലോ, നോമ്പ് തുറക്കാനും നോമ്പ് പിടിക്കാനും പച്ചവെള്ളം പോലും കുടിക്കാൻ ഇവര് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നായില, ഞാൻ നോമ്പ് തുറന്നില്ലെന്നാരാ പറഞ്ഞത്? ഞാൻ നോമ്പ് മുറിച്ചില്ലെന്നാരാ പറഞ്ഞത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. നായില, ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ഇന്നലെ അല്ലാഹുവിന്റെ റസൂൽ
എന്റെ അടുക്കൽ വന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈ കൊണ്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. ഞാൻ ഇന്നലെ വെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റഅയ്തുൽ ബാരിഹ ഫഇന്നക അല്ലാഹുവിന്റെ റസൂൽ എന്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കാൻ വെള്ളം തന്നു, എനിക്ക് നോമ്പ് തുറിക്കാൻ വെള്ളം തന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ? ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് നീ എന്റെ കൂടെയാ. അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നാളെ നോമ്പ് തുറക്കുന്നത് നീ എന്റെ കൂടെയാണ്. അബൂബക്കറും ഉണ്ടാകും, ഉമർ ഇബ്നുൽ ഖത്താബും ഉണ്ടാകും. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ചാ നോമ്പ് തുറക്കുന്നത്. നാളെ നീ മരിക്കുമെന്ന് മുത്തുനബി വന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനെ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണ്. നാളെ മഗ്രിബിന്റെ മുമ്പ് നീ നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, നാളെ മുത്തുനബിയുടെ കൂടെയാണല്ലോ, മുത്തുനബിയുടെ കൂടെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, ലികുല്ലി നബിയിൻ റഫീഖി വറഫീഖി ഉസ്മാൻ. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ, എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ സുബഹി നമസ്കരിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരടിമയെ വിളിക്കുകയാ, ഒരടിമയെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, എനിക്കിടാൻ ഒരു കമീസും പാന്റും കൊണ്ടുവരണം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു, എനിക്ക് ധരിക്കാൻ ഒരു കമീസും ഒരു പാന്റും കൊണ്ടുവരണം. ഉസ്മാൻ തങ്ങൾ മുണ്ടുടുക്കുന്ന സ്വഹാബിയാ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ മുണ്ടുടുത്തിരുന്ന സ്വഹാബിയാ. അവിടെ പറഞ്ഞു, എനിക്കൊരു കമീസ് വേണം, എനിക്കൊരു പാന്റ് വേണം. എന്തിനാ അത് ധരിച്ചതെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പാന്റിട്ടിട്ട് മുറുക്കി കെട്ടുകയാണ്. ഉസ്മാൻ തങ്ങൾ പാന്റ് മുറുക്കി കെട്ടിവെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കമീസ് ഇട്ടു. എന്തിനെന്നറിയോ? എന്തിനെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാം തൻ മാതാനവിടെന്ന് വധിക്കാൻ പോവുകയാണ്. വീടിന്റെ പുറത്ത് നിൽക്കുന്ന ശത്രുക്കള് ഉസ്മാൻ തങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുമല്ലോ. ആ വെട്ടിമുറിക്കുന്ന സമയത്ത് മുണ്ടുടുത്താൽ ഔറത്ത് വെളിവാകുമല്ലോ, മുണ്ടുടുത്താൽ ഔറത്ത് വെളിവാകുമല്ലോ. അതുകൊണ്ട് ഒരാളും എന്റെ ഔറത്ത് കാണരുത്. ഞാൻ മരിച്ചു കിടക്കുമ്പോ ഒരാൾ പോലും എന്റെ ഔറത്ത് കാണരുത്. കാണാതിരിക്കാൻ നേരത്തെ പാന്റ് ധരിച്ചു, കമീസ് ഇട്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു, തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു. അവിടെന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. സൂറത്തു ത്വാഹ ഓതി, സൂറത്തു ത്വാഹ ഓതി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാരനായിട്ടിരുന്ന് ഖുർആൻ ഓതുകയാ. 2 റക്അത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വീട് തീയിട്ടു. വീടിന്റെ വാതിൽ തീയിട്ട് നശിപ്പിച്ചു. ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവേ, ശത്രുവതാ വാളെടുത്തിട്ട് ഉസ്മാൻ തങ്ങളെ വിട്ടുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ കൊണ്ട് തടയുകയാ. വലത് കൈ കൊണ്ട് ഖുർആൻ പിടിച്ചു, വലത് കൈ കൊണ്ട് ഖുർആൻ പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വാളുകൊണ്ട് വെട്ടാമെന്നവനെ തടഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈയവന് വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് വലത് കൈ വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചു. നായില റളിയല്ലാഹു തആല അൻഹ ഇത് കണ്ടപ്പോ ഓടി വന്നിട്ട് പടച്ചവനെ വാളിൽ കേറി പിടിച്ചു.
നായില റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് കൈയും വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടെ നിന്ന് പിടഞ്ഞു താഴെ വീണു. അപ്പോഴാണ് റബ്ബേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ അബൂബക്കർ തങ്ങളുടെ പൊന്നുമോൻ കേറി വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ കേറി പിടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിയിൽ കേറി പിടിച്ചു. ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഉസ്മാൻ തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മകനോട് ചോദിച്ചു, യാ ഇബ്നു അഖി, എന്റെ കൂട്ടുകാരന്റെ മോനെ, എന്റെ കൂട്ടുകാരന്റെ മോനെ, നീ പിടിച്ച താടി നിന്റെ വാപ്പ ബഹുമാനിച്ചതാ. നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നിന്റെ വാപ്പ ആദരിച്ചതാ, ബഹുമാനിച്ചതാ. ഇന്ന് നീ അതിൽ കേറി പിടിച്ചിരിക്കുന്നല്ലോ. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങളുടെ പൊന്നുമോനങ്ങ് കൈവിട്ടു. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പടച്ചവനെ, ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. അപ്പോഴാണ് റബ്ബേ ആ മനുഷ്യൻ അബൂബക്കർ തങ്ങളുടെ മകൻ ഇറങ്ങി പോകുമ്പോ, അവിടെ നിന്ന് തൗബ ചെയ്തുകൊണ്ട് ഇറങ്ങി പോകുമ്പോ ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് വരിഞ്ഞു കയറി ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ വാളുകൊണ്ട് തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ എപ്പോഴും ഹൃദയത്തിൽ വെച്ചു. പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ താഴെ വീഴാതെ പഠിക്കടാ ചെറുപ്പക്കാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് കടന്നു പിടയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. രക്തം ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ നൂത്ത് വെച്ചിരിക്കുകയാണ്. ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ തന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ നോക്കുമ്പോ രക്തം പോയിട്ട് വീഴുന്നത് ഒരായത്തിന്റെ മുകളിലാ. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണത്. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഷഹീദാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ഷഹീദായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. ഉസ്മാൻ തങ്ങളുടെ തല വെട്ടി മുറിക്കാൻ തയ്യാറായി. ഉസ്മാൻ തങ്ങളുടെ തല മുറിച്ചെടുക്കാൻ വേണ്ടി ശത്രുക്കൾ തയ്യാറായി. പടച്ചവനെ, ഒരാൾ പറഞ്ഞു നിങ്ങൾ എടുക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ മയ്യത്ത് കണ്ടപ്പോ മുഖത്തടിച്ചവരുണ്ട്, നെഞ്ചത്ത് ചവിട്ടിയവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അവർ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. അവര് മുഴുവനും അല്ലാഹുവേ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ നിന്നവര് മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് ചത്തുപോയെന്നാ ചരിത്രം പറയുന്നത്. അന്ന് മഹാനായ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ നിന്നവര് മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് ചത്തുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മരണത്തിന്റെ രംഗം പറഞ്ഞ് കരയുകയാ. അവിടെ നിന്നൊരു മഹാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ മയ്യത്ത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ അങ്ങ് തുണിയെടുത്തു മാറ്റി. ഉസ്മാൻ തങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ തുണിയെടുത്തു മാറ്റി. ആ മരിച്ചു കിടന്നപ്പോഴും മുഖത്ത് കണ്ട ചിരിയുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഷഹീദായി കിടക്കുമ്പോഴും കയ്യും കാലും മുഴുവനും വെട്ടി നുറുക്കിയിട്ട് പടച്ചവനെ ഷഹീദായി കിടക്കുമ്പോഴും ആ മുഖത്ത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. ആ ചിരി കണ്ടപ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് മുഖത്തടിച്ചു. എന്റെ കൈ കൊണ്ട് ഞാൻ മുഖത്തടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയുകയാ, എന്റെ കൈ വിറകു പോലെയായി പോയി. എന്റെ കൈ വിറകു പോലെയായി പോയി. ആ തല്ലിയ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ആ മനുഷ്യന് ഉപകാരം ഉണ്ടായില്ല. ആ മനുഷ്യനാണ് കഅബയുടെ ചുറ്റത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം തമ്മിലടിക്കേണ്ടവരല്ല, ചെളിവാരി എറിയേണ്ടവരല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, നമ്മളൊക്കെ കൂടെ പറപ്പാ. എന്തു മറന്നാലും അത് മറന്നു പോകരുത്. നമ്മളൊക്കെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. പടച്ചവനെ, നമ്മൾ
നമ്മളൊക്കെ കൂടെ പറപ്പാട്. ആരും അത് മറന്നു പോകരുത്. പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നാണം കെടുത്തുമ്പോഴും ചീത്ത പറയുമ്പോഴും നീ ചിന്തിക്കണം, അല്ലാഹുവേ അവനും ഒരു മുസ്ലിമാണല്ലോ, നമ്മുടെ കൂടെ പറപ്പുകളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തങ്ങൾ ഉപ്പ ദുആ ചെയ്യാ പോകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണം എപ്പോഴാ വരുന്നതെന്നറിയില്ല. തങ്ങൾ യാത്ര പറഞ്ഞതുപോലെ മരണത്തിന്റെ അടയാളം കണ്ടിട്ട് മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രയ്ക്ക് ഈമാനില്ലാത്തവരാണ്. അതുകൊണ്ട് തയ്യാറെടുത്തോ, അതുകൊണ്ട് ഒരുങ്ങിക്കോ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. മരിക്കാൻ ക്യാൻസർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. അല്ലാഹുവേ അല്ലാഹുവേ, ഒരു രോഗവുമില്ലാത്തവർ വീണ് വീണ് മരിച്ചു പോകുന്നല്ലോ. ഒരു രോഗവുമില്ലാത്തവർ വീണ് വീണ് മരിച്ചു പോകുന്നത് കാണുന്നവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ ഉപ്പ മരിച്ചപ്പോ ഉപ്പാടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് ഉസ്താദന്മാര് ജബ്ബാർ ഉസ്താദിന്റെ ജനാസ കാണാത്തവരില്ലല്ലോ. കണ്ടവരല്ലേ ചെറുപ്പക്കാരാ, കൊതി തോന്നിയിട്ടില്ലേടാ പൊന്നുമോനെ. ഈ അടുത്ത് ഞാൻ വഅദ് പറയാൻ പോയപ്പോ അവിടുത്തെ ഉസ്താദ് റബ്ബേ സുജൂദിൽ കിടന്നിട്ടാണ് മരിച്ചത്. എന്തൊരു മരണമാ ചെറുപ്പക്കാരാ. ആലിമീങ്ങളെ ബഹുമാനിക്ക്. ആലിമീങ്ങൾ ആരുമാകട്ടെ, അവരാദരിക്കാൻ പഠിക്ക്, അവരെ ബഹുമാനിക്കാൻ പഠിക്ക്. ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. എല്ലാവരുടെ കുറ്റം പറയുന്നത് പോലെ അവരെ പറയല്ലേ, അവരെ കളിയാക്കല്ലേ. അവരെ കാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ശംസുൽ ഉലമയെ മറക്കാൻ കഴിയുമോ? അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ച് വിളിച്ച് ബാങ്കിന്റെ ജവാബ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ജവാബ് പറഞ്ഞു പിന്നെ മിണ്ടിയില്ല. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര് എന്തിനാ കേരളത്തിലേക്ക് പോകുന്നത്? നിങ്ങളുടെ പരിസരത്തില്, നിങ്ങളുടെ കുടുംബക്കാരില് നിങ്ങളൊക്കെ ആദരിച്ച ഇവിടുത്തെ ഉസ്താദന്മാരുടെ പേര് ഇവിടുത്തെ പ്രഭാഷകൻ പറഞ്ഞു. ഈ പണ്ഡിതന്മാരൊക്കെ മരണം നിങ്ങൾക്കറിയുമല്ലോ. ഈ നാട്ടുകാരനായ ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ. ഇവരുടെയൊക്കെ മുഖം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവരൊക്കെ ചിരിച്ചവരല്ലേ? ഇവരൊക്കെ ചിരിച്ചവരല്ലേ? അവര് ചിരിച്ചിട്ട് നമ്മളെ കരയിപ്പിച്ചില്ലേ? നമ്മളൊക്കെ കാണാൻ പോയപ്പോ നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, രാത്രി കിടക്കുന്ന സമയത്ത് പുതപ്പെടുത്ത് തലയുടെ മുകളിലൂടെ ഇട്ടിട്ട് അവര് ഒളിച്ചിരിക്കും. നമ്മുടെ പിഞ്ചുമക്കള്, ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ ചെറിയ മകൻ തലയിലൂടെ തുണി ഇട്ടിട്ട് ഒളിച്ചിരിക്കും. ആ മകനെ പോയിട്ട് തുണി ഇങ്ങനെ പൊക്കുമ്പോ പാപ്പ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുവല്ലോ. പാപ്പ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുവല്ലോ. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര് മുഖത്തിട്ടിരിക്കുന്ന തുണി പൊക്കിയപ്പോ അവര് നമ്മളെ നോക്കി ചിരിച്ചില്ലേടാ ചെറുപ്പക്കാരാ? അവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചവരാ, അവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അവര് പോയതുപോലെ പോയില്ലെങ്കിലും 40 പേരെ നല്ലത് പറയിപ്പിച്ചിട്ട് പോകടാ. നീ മരിക്കുമ്പോ 40 പേര് പറയണം, പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനാ, മൈസൂർ
ബാവ എന്ന് പറയുന്ന മനുഷ്യന് ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ട്, നല്ലവനെന്ന് പറയാൻ ആളുണ്ട്. ആ മനുഷ്യനെ പൊക്കിയിട്ട് സിറാജിനൊന്നും കിട്ടാനില്ല. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ ഓക്കും പിടിച്ചു കൂടെ നടക്കാൻ ആളുണ്ട്. പക്ഷേ മൈസൂർ ബാവ എപ്പോഴാണ് നല്ലവനെന്നറിയോ? മൈസൂർ ബാവ എന്ന് പറയുന്ന ഈ മനുഷ്യന് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ ഉമ്മറത്ത് കിടത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കണ്ടിട്ടിറങ്ങിപ്പോകുന്ന 40 പേര് പറയണം, ഇവൻ നല്ലവനാ, ഒരുപാട് നന്മ ചെയ്തവനാ. ഇതുപോലെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴാ നല്ലവനാകുന്നത്. പള്ളിയിലെ ഉസ്താദാകട്ടെ, ഇവിടുത്തെ കമ്മിറ്റിക്കാരാകട്ടെ, നിങ്ങൾ ഓരോരുത്തരുമാകട്ടെ, ഈ മക്കാബിൽ ഖിദ്മത്ത് ചെയ്യുന്നവരാകട്ടെ, നമ്മൾ മരിക്കുമ്പോ 40 പേര് പറയണം, ഇവൻ നല്ലവനാ, ഇവൻ നല്ലവനാ, ഇവൻ നല്ലവനാ. 40 പേര് പറഞ്ഞാ രക്ഷപ്പെട്ട സഹോദരാ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിയിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ 100 പേരെണ്ണണം ചെറുപ്പക്കാരാ. വാപ്പമാരെ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 100 പേരിൽ കൂടുതൽ വേണം. അപ്പടാ നീ രക്ഷപ്പെടുക. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു. 100 പേര് നിന്റെ ജനാസയുടെ മുമ്പിൽ നിന്നിട്ട് നിനക്ക് വേണ്ടി നിസ്കരിച്ചാ, നിനക്ക് വേണ്ടി ദുആ ചെയ്താ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ മനുഷ്യനെ കൊണ്ട് പറ്റുന്നത് അദ്ദേഹം കൊടുത്തു. ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാ. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഉസ്താദേ, ഒന്നുമില്ലെങ്കിലും ഈ മഹാന്റെ ചാരത്ത് കിടക്കുന്നവരല്ലേ, ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയല്ലേ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരു 2000 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ്. തങ്ങൾ ദുആ ചെയ്യാൻ പോകുകയാണ്. നല്ല മനസ്സോടുകൂടി ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് കാണണം റബ്ബേ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ സ്വർഗം കണ്ടിട്ടില്ല അല്ലാ, എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ, സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാണ് റബ്ബേ. ഉസ്താദന്മാര് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് റബ്ബേ, എനിക്കത് മരിക്കുന്നതിന് മുമ്പ് കാണണമല്ലോ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അത് കാണണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിയുമോ ഒരു നല്ല സദഖ കൊടുക്കാൻ? ആരോടും സിറാജ് പറഞ്ഞു വെച്ചിട്ടില്ല, ചാടി എഴുന്നേറ്റ് പറയാൻ ആളെ നിർത്തേണ്ട ആവശ്യമില്ല. ഇത് അല്ലാഹുവിന് വേണ്ടിയാ, ഇത് അല്ലാഹുവിന് വേണ്ടിയാ. അതുകൊണ്ട് പടച്ചവനെ തയ്യാറായിക്കോ. എപ്പോഴാണെന്നറിയില്ലല്ലോ. മൊബൈലും യൂട്യൂബും ഫേസ്ബുക്കും ഉള്ളവർക്കറിയാം. പടച്ചവനെ 3-4 ദിവസം മുമ്പ് കേരളത്തിൽ പടച്ചവര് ഗൾഫിൽ നിന്നൊരു കുടുംബത്തെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഗൾഫിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ വണ്ടിക്കകത്ത് കുളിച്ചൊരുങ്ങി സുഗന്ധം തേച്ചിട്ട് ഓതാ പടച്ചവനെ മംഗലാപുരം എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമല്ലോ. ലഗേജും എടുത്തുകൊണ്ട് ഇറങ്ങി വരുമ്പോ ചെന്ന് കെട്ടിപ്പിടിക്കുമല്ലോ, തമാശ പറഞ്ഞ് വീട്ടിലേക്ക് വരുമല്ലോ. ഇതുപോലെ അല്ലാഹ് 5 പേര് ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നിറങ്ങി. അതാ കുടുംബക്കാര് പോയി. 5 ആംബുലൻസിലാ പോയത്. ഒരു ഉപ്പയും ഉമ്മയും 3 മക്കളും അവരുടെ വീട്ടിലേക്ക് പടച്ചവരെ 5 ആംബുലൻസ് ഇങ്ങനെ നിരന്നു വരികയാ. ഫേസ്ബുക്കിലും യൂട്യൂബിലും കിടക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. അവസാനത്തെ ആംബുലൻസ് ചെറുതായിരുന്നു, അവസാനത്തെ ആംബുലൻസ് ചെറുതായിരുന്നു. ഏറ്റവും ചെറിയ മകനെ പെട്ടിക്കകത്താക്കിയിട്ട് ഒരു കുടുംബത്തിൽ 5 പേര് ഒറ്റയടിക്കങ്ങ് പോയപ്പോ പടച്ചവനെ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഇത്രയേ ഉള്ള സഹോദരാ, ഇത്രയേ ഉള്ള സഹോദരാ. മോനെ, ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും തീർന്നു പോകുന്ന ജീവിതമാണ്. എന്ത് അഹങ്കരിക്കാനാ, എന്ത് അഹങ്കാരം കാണിക്കാനാ, എന്ത് പൊരുത്തം ചോദിക്കാനാ, എന്ത് തൗബ ചെയ്യാനാ? ഒന്നിനും അല്ലാഹു സമയം തരണമെന്നില്ല. അതുകൊണ്ട് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. മരിച്ചു കിടക്കുമ്പോ നിന്റെ നെറ്റിത്തടം വിയർക്കണമെടാ ചെറുപ്പക്കാരാ.
മരിച്ചു കിടക്കുമ്പോ അറിയണം, കാണുന്നവൻ പറയണം നീ സ്വർഗത്തിന്റെ അവകാശിയാ. അതിന്റെ അടയാളം എന്തെന്നറിയോ? മരിച്ചു കിടക്കുന്നവന്റെ മുഖത്ത് നോക്കുമ്പോ തിരിച്ചറിയാ നെറ്റിത്തടം വിയർക്കുമല്ലോ. മരിച്ച ഉടനെ ചെന്ന് നോക്ക്, നെറ്റിത്തടം വിയർക്കുമല്ലോ, മൂക്കിന്റെ ദ്വാരം വികസിക്കുമല്ലോ. കറുത്തവനായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് സുന്ദരിയായ ഭാര്യ ഭർത്താവിനെ കൂടെ കൊണ്ട് നടക്കാറില്ല. കാരണം കറുത്തവനായതിന്റെ പേരിൽ, ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ ഭാര്യ പോലും ഭർത്താവിനെ കൂടെ കൊണ്ട് നടക്കാറില്ല. പക്ഷേ മരിച്ചു കിടന്നപ്പോ ഭാര്യ ചെന്ന് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ഇതെന്റെ ഇക്കയാണോ അല്ലാ, ഇതെന്റെ ഇക്കയാണോ അല്ലാ. എന്തൊരു ഗ്ലാമറാ പടച്ചവനെ. ഇക്കാടെ മുഖം ഇങ്ങനെ മഞ്ഞ നിറവാ. മരിച്ചു കിടക്കുമ്പോ ഏറ്റവും വലിയ സൗന്ദര്യം വെളുപ്പിനല്ല, ഏറ്റവും വലിയ സൗന്ദര്യം വെളുപ്പിനല്ല. അള്ളാന്റെ റസൂലിന്റെ കളറ് പഠിച്ചവരല്ലേ മോനെ, ഒരു മഞ്ഞ നിറവാടാ. മരിച്ചു കിടക്കുന്നവന്റെ ഈ കണ്ണിന്റെ താഴ്ഭാഗം നോക്ക്, ഒരു മഞ്ഞ നിറം പോലെ മനോഹരമായി. ചുണ്ടിൽ നോക്കണം മോനെ, ചിരിയുണ്ടാകുവടാ പൊന്നുമക്കളെ. മരിച്ചു കിടന്നപ്പോ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണാ. ഇത് തമാശ കേട്ടിട്ട് ചിരിച്ചതല്ല, ഇത് തമാശ കേട്ടിട്ട് ചിരിച്ചതല്ല. മക്കളും കുടുംബക്കാരും ചാരത്ത് നിന്ന് കരയുന്നത് കണ്ടിട്ട് ചിരിച്ചതല്ല. അള്ളാന്റെ മലക്കുകൾ കോമഡി പറഞ്ഞു കൊടുത്തിട്ട് ചിരിപ്പിച്ചതല്ല. അബ്ശിറൂ ബിൽ ജന്നാ, മലക്കുകൾ കാണിച്ചു കൊടുത്തു നോക്ക്, മലക്കുകൾ കാണിച്ചു കൊടുത്ത് നോക്ക്. ദുനിയാവിൽ വെച്ച് ചെയ്തതിന് അല്ലാഹ് നിനക്ക് തന്ന പ്രതിഫലമാണ്. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തില്ലേ, ആ കൊടുത്തതിന് പടച്ച റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം സ്വർഗം കണ്ടോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. മലക്കുകൾ അവിടുന്ന് സ്വാഗതം പറയും, അവര് നിന്നെ സമാധാനിപ്പിക്കും, അവര് നിനക്ക് ധൈര്യം തരും. എന്നിട്ട് പറയുന്നു നോക്കടാ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു തരികയാ.